ചിത്രമായിട്ട് കണ്ടു. ആ ചിത്രത്തിനകത്ത് ശരിക്കും ദാരികൻ്റെ തലയിൽ നിന്ന് ചോര ഒലിച്ച് കഴുത്തിൽ നിറയെ അസ്ഥിമാലയൊക്കെ ഇട്ടിട്ടുള്ള രൂപമാണ് കണ്ടത്. ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ്. കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് കയറിയത് താൻ ഈ രൂപമാണ്, താൻ വികൃതമാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. അതിനുശേഷം അവള് നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിസ്സസ് ഹിത രാഘവനാണ്. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം ഒരു സൈക്കോളജിക്കൽ കൗൺസിലറാണ്, NLP പ്രാക്ടീഷണറാണ്, ട്രെയിനറാണ്, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ ആ ലെവൽ വരെയൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആക്സസ് ബാറിൽ തന്നെ അതിൻ്റെ ഒരുപാട് ലെവൽസിലേക്ക് അല്ലേ, അതായത് ഫേസ് ലിഫ്റ്റ് എന്നുള്ള ആ പ്രോസസ്സ് അത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റാൾട്ട് തിയറി അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് തലങ്ങളിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് പേരെ ഹീൽ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം മാമിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്ന് വെച്ചാൽ NLP എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോഗ്രാം, അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അപ്പം അതെന്താണെന്ന് ഈ പേര് കേൾക്കുമ്പോൾ അയ്യോ ഇത് വലിയൊരു പേരാണല്ലോ, ഇതെന്താ സംഭവം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം കേട്ടിട്ടുള്ളവരും ഉണ്ടാകും. അപ്പം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് മാം ഇതിലേക്ക് എത്താനുള്ള കാരണവും പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാമിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറയാമോ? തീർച്ചയായും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു നവീനമായിട്ടുള്ള ടൂൾ എന്ന് തന്നെ അതിനെ പറയും. വളരെ സിമ്പിളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. അതായത് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഉദരത്തിലായിരിക്കുന്ന കാലം മുതൽ തന്നെ അനുഭവിച്ച് വരുന്ന ആ വിഷമതകളുണ്ടെങ്കിൽ അതുപോലും ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. അത് വളരെ സിമ്പിളാണ് എന്നതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ലല്ല, പേര് പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. ന്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷ തന്നെയാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പോലെ, അതായത് ഈ ഭാഷയിലൂടെ നമ്മുടെ നാഡീവ്യൂഹത്തിലേക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബിഹേവിയറും നമ്മുടെ ശീലങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ സ്ക്രിപ്റ്റിനെ നമുക്കൊന്ന് പൊളിച്ച് മാറ്റി എഴുതി അതിനെ പുതിയതാക്കി എഴുതാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ശരിക്കും പറഞ്ഞാലേ ഇപ്പം NLP ഞാൻ ചോദിച്ച ഇത് ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഈ വ്യക്തി ശരിക്കും ഈ ഒരു NLP പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആവശ്യകത തോന്നുന്നത് ഏതൊരു സമയത്തായിരിക്കും? ചിലപ്പോൾ പ്രശ്നങ്ങൾ മനസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്താണോ ഇത് പഠിക്കാൻ വേണ്ടി സമീപിക്കുന്നത്? NLP പഠിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ NLP കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ, അതായത് ഏതൊരു പ്രതിസന്ധിയിലും വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലുള്ള അടുത്ത് വരികയാണെങ്കിൽ അവരുടെ ആ ബേസിക് ആയിട്ട് കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അത് നമുക്കൊരു കൂടി വന്നാൽ ഒരു 30 മിനിറ്റിൻ്റെ ഒരു സമയം സെഷൻ കൊണ്ട് തന്നെ ആ തെറാപ്പിയിലൂടെ നമുക്ക് അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവർ വരും, അപ്പോൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സെൽഫ് റിലയൻസ് സെൽഫ് അവയർനെസ്സിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് അവരെ എത്തിക്കാനുള്ള സാഹചര്യത്തിലാണോ മാം ഇതിലേക്ക് എത്തിയത്? ഞാൻ വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും ഞാൻ ഒരു BEd എടുത്ത വ്യക്തിയാണ്. അപ്പോൾ 2020 അത് ചെയ്തത്. 2000 അത് ചെയ്തത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തപ്പോഴാണ് ശരിക്കും സൈക്കോളജിയോട് ഇഷ്ടം തോന്നിയത്. ചൈൽഡ് സൈക്കോളജി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലേക്ക്. അങ്ങനെ പതുക്കെ പഠിച്ചു വന്നപ്പോൾ എന്നെ കുറെ കൂടി മോഡിഫൈ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെ സൈക്കോളജിയുടെ വിവിധ ഭാഗങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് NLPയിലേക്ക് എത്തപ്പെട്ടത്. MSc സൈക്കോളജി കഴിഞ്ഞിട്ട്. അതെ. അപ്പോൾ നമ്മളെ അതായത് ഒരു ഹീലിംഗ് പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി സ്വയം ഹീൽ ചെയ്യാതെ അങ്ങനെ ഹീൽ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരാളെയും ഹീൽ ചെയ്യാനായിട്ടോ അതിലേക്ക് നയിക്കാനോ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു പ്രോബ്ലം, അവരുടെ ഒരു ഇഷ്യൂ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ആ ഒഴുക്കിനോടൊപ്പം ചിലപ്പോൾ ഒഴുകി അങ്ങ് പോവാൻ സാധ്യത കൂടുതലാണ്.
അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യണമെന്നത്. പിന്നെ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ 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 സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും. അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അത്തരം പലതും. ഞാൻ എത്രത്തോളം തെറാപ്പികളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് എണ്ണമില്ല അതിന് പറയാനായിട്ട്. കാരണം ഇപ്പോഴും ഞാൻ എൻ്റെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോവുകയും തെറാപ്പികൾ സ്വീകരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും തോറും നമ്മളിൽ ആ പ്യൂരിഫിക്കേഷൻ വരുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ശരിയായ രീതിയിൽ ഒരു വ്യക്തിയെ സമീപിക്കാനും അയാളുടെ പ്രോബ്ലം കേട്ടാൽ അതിനൊരു സൊല്യൂഷൻ അയാളെ കൊണ്ട് എടുപ്പിക്കാനും നമുക്ക് കഴിയുള്ളൂ. ശരിക്കും സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അവരെടുക്കുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് അവരെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ക്ലിയർ ആവണം. അപ്പം അതിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിച്ചാണ് ഞങ്ങൾ സഞ്ചരിച്ച വഴി, അതായത് ഞങ്ങളുടെ സ്ഥാപനം സഞ്ചരിച്ച വഴി, ഞാൻ സഞ്ചരിച്ച വഴി, എൻ്റെ സുഹൃത്തുക്കൾ സഞ്ചരിച്ച വഴി, ഞങ്ങളിൽ കുറേ കൂടി ഒരു പോളിഷ് ചെയ്യാൻ പറ്റിയത് എന്താണോ, ഞങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത് എന്താണോ, അതാണ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ NLP ഒരു ഘട്ടത്തിൽ പഠിക്കുകയും പിന്നെ ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത് അല്ലേ? അങ്ങനെയാണ് സെൻറ്റർ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തതും. അവിടെ കുറേ അല്ലേ ഇങ്ങനെ കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഹീലിംഗ് സെഷൻസ് നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തു പോരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ആക്സസ് പഠിക്കുകയൊക്കെ ചെയ്തത് അല്ലേ? അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ വരുന്ന ക്ലയൻസിനെല്ലാം അവർക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൊടുക്കുന്നത് അല്ലേ? ചിലപ്പോൾ NLP ആയിരിക്കും അവർക്ക് ആവശ്യം, ചിലപ്പോൾ ആക്സസ് വഴിയുള്ള ഒരു ഹീലിംഗ് ആയിരിക്കും ആവശ്യം അല്ലേ? അത് അവരുടെ ഒരു അവസ്ഥ അനുസരിച്ച് അല്ലെ സിറ്റുവേഷൻ അനുസരിച്ച് മാം ചെയ്യുന്നു. അപ്പം നമ്മളെപ്പോഴും ഇപ്പം മാം ആണെങ്കിൽ ഇത്രയും ഹീലിംഗ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നിസ്സാര കാര്യമായിരിക്കും. അതിനെ നമ്മൾ തന്നെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി നിസ്സാരമായി മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളെ അതിനെ രൂക്ഷമാക്കി മാറ്റുന്നൊരവസ്ഥയാണ് പലർക്കും ഉള്ളത്. അപ്പം അതിനെ ഒരു വലിയ പരിധിവരെ മാറ്റാൻ സാധിച്ചാൽ തന്നെ ആ വ്യക്തി രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലേ? നമ്മൾ വിചാരിക്കുന്നിടത്ത് നിർത്താൻ പറ്റണം നമ്മുടെ മനസ്സിനെ. അപ്പോൾ വ്യക്തിയെ മാറുകയാണ്. അങ്ങനെ തന്നെയാണോ മാമിന് തോന്നിയിട്ടുള്ളത്? അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് ആണോ കൊടുക്കുന്നത്? അതെ, എന്താണെന്ന് വെച്ചാൽ NLPയിൽ പറയുന്നത് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് NLPയുടെ ഒരിത്. അതായത് നമ്മളിലേക്ക് അറിവുകളും നമ്മളിലേക്ക് അനുഭവങ്ങളും എല്ലാം വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അറിവുകളെയും നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ അനുഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത്, ഇമോഷൻസുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ തോട്ട് ലൈബ്രറി സിസ്റ്റത്തിൽ കൊണ്ടുപോയിടും. ഈ തോട്ട് ലൈബ്രറി സിസ്റ്റത്തിൽ അത് അവിടെ അങ്ങനെ പോയി കിടക്കും. അത് നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അത് ചിലപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി ആയിരുന്ന സമയത്തുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം നമ്മൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അത് പിന്നീട് അതേപോലുള്ള ഒരു സാഹചര്യം, അതിനോട് സിമിലറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു 50ാമത്തെ വയസ്സിലായിരിക്കാം ഒരു പക്ഷെ അത് പൊട്ടി പുറപ്പോട്ട് വരുന്നത്. അത് അത്രയും നാളും അതൊരു ഇതുപോലെ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ടാവാം. അപ്പോൾ അത് തിരിച്ചറിയുന്നില്ല. അത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുന്നു. NLPയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഗ്ലാസ് ആണല്ലേ, ഈ ഗ്ലാസ്സിന് അടിയിലുള്ളതിനകത്ത് കുറച്ച് ചെളി കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ചെളിയുടെ മുകളിലേക്ക് നമ്മൾ എത്ര ശുദ്ധമായ ജലം ഒഴിച്ചാലും അത് വെള്ളം കലങ്ങിക്കൊണ്ടേയിരിക്കും. കുറേ നേരം നമ്മളിതിനിങ്ങനെ വെച്ച് കഴിഞ്ഞാലോ അതിങ്ങനെ അടിയിൽ കിടക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ചെളി ഓൾറെഡി അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിലേക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളെല്ലാം വന്ന് കിടപ്പുണ്ട്. എന്നാൽ പിന്നീട് ഒരു 50ാമത്തെ വയസ്സിലോ 60ാമത്തെ വയസ്സിലോ ആയിരിക്കാം ഒരു കലക്കൽ വരുന്നത്. അപ്പോൾ ഈ സാധനം വീണ്ടും കലങ്ങി വരും. അതായത് NLPയിലൂടെ ചെയ്താൽ ഈ ചെളിയെ കംപ്ലീറ്റ് നമുക്ക് എടുത്ത് പുറത്തേക്ക് കളയണം. NLP എന്ന് പറയുന്നത് ഈ ചെളിയെ കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വെള്ളം വെളുത്തങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന അതിനെ നമുക്ക് കളയാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണ് NLP. പേര് പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പം ഇപ്പം മാം പറയുമ്പോൾ ആ ചെളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രശ്നങ്ങൾ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ഏതാണ് എന്നെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും നിലവിലും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഒരു ട്രിഗർ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ഉണ്ടാവുമല്ലോ. ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ട്രിഗേർഡ് ആവും. അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ള റൂട്ട് കോസ് ചിലപ്പം തിരിച്ചറിയാൻ പറ്റാണ്ടാവും. അങ്ങനെ തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഏതായിരിക്കും എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം? അതിന് ഞങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കൗൺസിലിംഗ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്ന സമയത്ത്
ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ ഒന്നും ചിന്തിക്കാതെ ഇവർക്ക് NLP ട്രെയിനിങ്ങുകളിലേക്ക് വരാം. വന്നു കഴിയുമ്പോൾ അത് രാവിലെ 9:30 തൊട്ട് 5 മണി വരെയാണ് നമ്മുടെ ട്രെയിനിങ് സെഷനെങ്കിൽ രാവിലെ 9:30 തൊട്ട് 5 മണി വരെയുള്ള ആ സമയത്തിനുള്ളിൽ ഇവർ പോലും അറിയാതെ ഈ തെറാപ്പികളുടെ ഉള്ളിലൂടെ കടന്ന് പോകും. അപ്പോൾ അങ്ങനെ കടന്ന് പോകുമ്പോഴായിരിക്കും ഈ പറയുന്ന ആ ഒരു ചെളി ഇവരുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറത്തേക്ക് വരുന്നത്. കാരണം അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പീസ് പതുക്കെ നമ്മുടെ മോഡ്യൂൾ അനുസരിച്ച് എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ജീവിതത്തെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വന്ന് ചെയ്യാവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞു, പിന്നെ ഒരുപാട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പം ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പല രീതിയിലുള്ള ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കാണും. അങ്ങനെ ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല ഇതിനകത്ത്. അപ്പം എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പം അത് എന്തൊക്കെയായിരിക്കും ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ക്ലാസ്സിൽ മാത്രമാണോ പറഞ്ഞു? അതെ, അവിടെ തന്നെയാണ്. എന്നാലും അത് എത്ര വിധം മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയും തീരും? അത് തീർച്ചയായും തീരും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. തീരാതിരിക്കില്ല, അത് തീർക്കാനുള്ള രീതിയിൽ തന്നെ പോകുന്നത്. പക്ഷെ മോഡ്യൂൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചില ബാച്ചുകൾ അവിടെ വരുന്ന ആളുകളുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. ചില ബാച്ചുകൾ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. ചില ബാച്ചുകൾ തന്നെ നമ്മുടെ NLPക്ക് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരുന്നവർക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. NLPയിൽ ഒരു 10,000-കണക്കിന് തെറാപ്പികളുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്രയും തെറാപ്പികളുണ്ട്. പിന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലേക്കും ഓണേഴ്സ് ലെവലിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ തെറാപ്പികൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ആളുകളുടെ വെച്ചിട്ട് നമുക്ക് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി അവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലും മാറുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഇപ്പം നമുക്ക് ആൾക്കാർക്ക് കുറച്ചുകൂടി പിടികിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത് NLPയിലെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ആങ്കറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നങ്കൂരം തന്നെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഇവൻറ്റ്, ഏറ്റവും കൂടുതൽ സന്തോഷം വന്നിട്ടുള്ള ഒരു ഇവൻറ്റ്, അത് എന്താണോ അതിലൊരു നെഗറ്റീവിൻ്റെ ഒരു ചാഞ്ചല്യവും ഇല്ലാത്ത ഒരു ഈവൻറ്റ് എടുക്കുകയും അതിനെ റീലിവിങ് കമാൻഡ് എന്ന് പറയും. അതിനെ വീണ്ടും ഒന്നുകൂടി റീലീവ് ചെയ്തെടുത്ത് അന്ന് അനുഭവിച്ച അതേ സന്തോഷവും അന്ന് അനുഭവിച്ച അതേ സംതൃപ്തിയും, അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു വൈബ്രേഷനാണ്, അതെല്ലാം നമ്മൾ കൊണ്ടുവരികയും, ഞാൻ ഓൾറെഡി എൻ്റെ ആങ്കറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വിരലിലേക്ക് വെച്ചിട്ട് ഒരു പ്രഷർ കൊടുത്ത് അവിടെ നമുക്ക് അതിനെ ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രഷർ കൊടുത്തിട്ടില്ല, ഒരല്പം പ്രഷർ ഞാൻ കൊടുത്താൽ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് എന്താണോ അതെൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ നമ്മൾ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ടു, നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരണം, നമുക്ക് വേറെ ഇമോഷൻസ് ഒന്നും ഉപയോഗിക്കാനില്ല, നമ്മൾ നമ്മുടെ ആങ്കറിലേക്ക് മാറുമ്പോൾ തന്നെ ആ ഒരു ഇമോഷൻ നമ്മളിലേക്ക് വരും. അപ്പം മാം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചില്ലേ, അപ്പൊ അത് മാമിന്റെ മെത്തേഡ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആങ്കറിംഗ് മെത്തേഡ് സെയിം തന്നെയാണ്. ഇത് ഞാനിപ്പോ പറഞ്ഞത് സെൽഫ് ആങ്കർ ആണ്. ഇത് കൂടാതെ തെറാപ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നതുണ്ട്. അപ്പൊ ഈ സെൽഫ് ആങ്കർ എന്തായാലും ഏത് NLP പ്രോഗ്രാമിൽ ഞങ്ങളുടെ വന്നാൽ ഞങ്ങളത് പഠിപ്പിച്ചു വിടും, ചെയ്യുന്ന രീതിയും പഠിപ്പിച്ചു വിടും. ഒരിക്കൽ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് ആങ്കറിങ് പഠിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവർ റിപ്പീറ്റിന് വേണ്ടി വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആങ്കറിങ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, അന്ന് ചെയ്തതല്ലേ, നിങ്ങൾ ഇപ്പുറത്തെ വിരലെടുത്തോട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ 10 വിരലും ആങ്കേർഡാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളെടുത്ത് നമുക്ക് ആങ്കർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പിടിച്ചാൽ അവർക്ക് ആ ഇമോഷൻസ് കംപ്ലീറ്റ് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയാണ് ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ കയ്യിൽ ടൂളുണ്ട് എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അത് പഠിപ്പിച്ചു വിടുന്നത്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏതാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏത് നമുക്ക് പറ്റും, അല്ലെങ്കിൽ സ്യൂട്ട് ആവും എന്നുള്ളത്. അല്ല, ആങ്കർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യാം. പുതിയത് കിട്ടുമ്പോൾ അത് നമുക്ക് ഓരോന്ന് ആങ്കർ ചെയ്യാം. ആങ്കറിങ്ങിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ല് കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ പ്രായം ചെന്നവർ ആരെങ്കിലും ഉണ്ടാക്കി തന്ന ഒരു ഫുഡിന്റെ ടേസ്റ്റോ ഇത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരാറില്ലേ? അങ്ങനെ ആ ചിന്തകൾ വരാറില്ലേ? വരുന്നത് ശരിക്കും ആങ്കറിംഗ് ആണ്.
ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ചെയ്തു വെച്ചിരിക്കുന്ന ആങ്കറിങ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും നമുക്ക് സങ്കടം കയറി വരുന്നു, വിഷമം കയറി വരുന്നു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, എന്തുകൊണ്ട് വരണു എന്നുള്ളത്, അത് ഈ സാധനം എന്നാൽ ആ സമയത്ത് വേറെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ സാധനം നേരത്തെ പറഞ്ഞ പോലെ ചെളി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തട്ടി വരുന്നതാണ്. NLP പറ്റി സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പം ന്യൂറോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നാഡീവ്യൂഹം, ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ്. അപ്പം ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാഷ ഉപയോഗിച്ച് തന്നെയാണ്. ആ ഭാഷ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിന്തകളെന്ന് പറയുമ്പോൾ ഒന്നീ നമ്മൾ അലട്ടുന്ന ചിന്ത എന്ന് പറയുന്നത് പഴയ അല്ലെങ്കിൽ ചെറുപ്പകാലത്തോ കുഞ്ഞിലെ ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കും ഇപ്പോൾ അലട്ടുന്നത്, അല്ലെങ്കിൽ ഈ നാളത്തെ പറ്റിയുള്ള ചിന്ത. ഇത് രണ്ടിലുമാണ് ജീവിക്കുന്നത്, അല്ലാതെ പ്രസൻറ്റ് ലൈഫിലല്ല നമ്മൾ ആരും ജീവിക്കുന്നത്. അപ്പം ഈ പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികൾക്കും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല കുട്ടികളും പല അഡിക്ഷൻസിലേക്ക് പോകുന്നത്. ചിലപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ അഡിക്ഷൻ ആവാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. ഇതെല്ലാം അതിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അവരുടെ ഈ പ്രശ്നങ്ങൾ മറയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ റൂട്ട് കോസ് മറയ്ക്കാനോ ഒക്കെ ആയിരിക്കും, അതിൽ നിന്ന് പുറത്തു വരാനായിരിക്കാം. അപ്പോൾ അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് NLP എങ്ങനെ അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഹീൽ ചെയ്ത് മാറ്റാൻ സാധിക്കും? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കുട്ടിക്കാലത്തുള്ള ഒരു ഭാഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം. എൻ്റെ അടുത്ത് വന്ന ഒരു കേസുണ്ട്. ഒരു പെൺകുട്ടിയാണ്, വളരെ മിടുക്കിയാണ്, സുന്ദരിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ഡാർക്ക് കളറാണ്. അവൾ ഉണ്ടായ സമയത്ത് എല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ കൊച്ചുകുട്ടികളെ കൊഞ്ചിച്ച് പല പേരുകൾ വിളിക്കും അല്ലേ. മോനെ കുട്ട എന്നൊക്കെ പറയുന്നതിനൊക്കെ ഉപരി കൊഞ്ചിച്ച് പല പേരുകൾ വിളിക്കും. അങ്ങനെ അവളുടെ അച്ചാച്ചൻ വിളിച്ചൊരു പേരുണ്ട്. ആ പേരാണ് കാളിന്ന്. കാളി എന്നുള്ളത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ആ കാലഘട്ടത്തിൽ കുഞ്ഞ് കണ്ടിട്ടില്ല കാളിയുടെ രൂപം. അത് പിന്നീട് എപ്പോഴോ ഒരിക്കൽ കാളിയുടെ ഒരു വിശ്വരൂപം തന്നെ അവള് ചിത്രമായിട്ട് കണ്ടു. ആ ചിത്രത്തിനകത്ത് ശരിക്കും ദാരികന്റെ തലയിൽ നിന്ന് ചോര ഒലിച്ച് കഴുത്തിൽ നിറയെ അസ്ഥിമാലയൊക്കെ ഇട്ടിട്ടുള്ള രൂപമാണ് കണ്ടത്. ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ്. കുഞ്ഞിന്റെ ഉള്ളിൽ അത് കേറിയത് താൻ ഈ രൂപമാണ്, താൻ വികൃതമാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. അതിനുശേഷം അവള് കണ്ണാടി നോക്കിയിട്ടില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ആ കുട്ടി ജീവിച്ചത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം എന്താണ്? അതാണ് ലിംഗ്വിസ്റ്റിക്. നമ്മളോട് പറയുന്ന വാക്കിൻ്റെ പ്രാധാന്യം എന്താണ്? അതാണ് ലിംഗ്വിസ്റ്റിക്. അതെല്ലാം നമ്മളിൽ ഇങ്ങനെ രൂപീകരിക്കപ്പെടും. അവൾക്ക് ഇതേപോലെ ഹീലിങ്ങിലൂടെ അവൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള തെറാപ്പികളിലൂടെ കടത്തിവിട്ടാണ് അവൾ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ആ കുട്ടി പിന്നെ കണ്ണാടി നോക്കിയിട്ടില്ല, നോക്കാൻ അവൾക്ക് പേടിയാണ്. രീതിയിലായിരിക്കും. പിന്നെ അവർ ചിലപ്പം വിരൂപമായിട്ട് നടക്കാൻ ശ്രമിക്കും, പല രീതിയിൽ അവർ മാറ്റാൻ നോക്കും. നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ആ കുട്ടി ഒരു കൂട്ടുകാരുടെ ഇടയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരിലേക്ക് ഒതുങ്ങുമ്പോഴായിരിക്കും പല ലഹരി. അതായത് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ, കുട്ടികളുടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ മാതാപിതാക്കളോട് നമ്മൾ നന്നായി സംസാരിക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് മാതാപിതാവിലായിരിക്കാം, പിതാവിലായിരിക്കാം. അവിടെ മാറ്റം വന്നാൽ തന്നെ കുട്ടികളിൽ മാറ്റം വരും. ഇനി വേറൊരു കാര്യം, ഞാൻ ഗർഭധാരണത്തിലായിരുന്ന സമയത്തുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ സമയത്ത് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നറിയാം. ആ ഒരു സമയത്ത് ആ കുട്ടി ഇപ്പോൾ അവന് 16 വയസ്സുണ്ട്. അവൻ ഭയങ്കര വീട്ടിൽ കയറാനൊക്കെ ഭയങ്കര ഇതാണ്. വീട്ടിലെപ്പോഴും ഒച്ചപ്പാട് ബഹളമൊക്കെയാണ്. അവൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ അവർ പ്ലാൻ ചെയ്യാതെ ജനിച്ചൊരു കുഞ്ഞാണ്. അതുകൊണ്ട് 3 പ്രാവശ്യമാണ് അവനെ കളയാൻ നോക്കിയത്. 3 പ്രാവശ്യം ചെയ്തിട്ടും പോയില്ല. അപ്പോൾ അവർക്ക് ജന്മം നൽകേണ്ടി വന്നു, വളർത്തി വരേണ്ടി വന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ കയറിയ ട്രോമ തന്നെയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നർ ചൈൽഡിലേക്ക് പോയി ആ ഒരു രീതിയിൽ നമുക്ക് തെറാപ്പികളിലൂടെ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. ആ ട്രോമ വന്ന കുട്ടിക്ക് ഇപ്പം എന്താ പ്രധാനമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ വേണ്ട, ആ തോട്ട് അവനുണ്ട്. അതുകൊണ്ട് അവൻ അച്ഛനും അമ്മയോടും അവന് താല്പര്യമില്ല. അതുകൊണ്ട് അവന് വീട്ടിൽ കയറാൻ ഇഷ്ടമല്ല. അവൻ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അവൻ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആണ്. അവിടെയൊക്കെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ
എല്ലാവരും അത്ഭുതപ്പെടും ഇങ്ങനെയാണോ ഈ കുട്ടി എന്നുള്ളത്. പക്ഷെ അവൻ്റെ വീട്ടിൽ അവൻ ഭയങ്കര വഴക്കാളിയാണ്. പിന്നെ എന്നോട് ചോദിച്ചത് അഡിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ ഓൺലൈനായിട്ട് എടുത്ത സെഷനാണത്. അവനെ സംബന്ധിച്ചിടത്തോളം 10th കയറുന്നു. അവൻ മൊബൈൽ സ്ക്രീൻ അഡിക്ഷനാണ് അവനിൽ മെയിനായിട്ട് കണ്ടത്. അതിൻ്റെ കൂടെ അനിമേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവൻ കാണുന്നുണ്ട്. അങ്ങനെയാണ് അവരെന്നെ കോൺടാക്ട്. ഗെയിം അഡിക്ഷനുണ്ട്. അതുകൂടാതെ അനിമേറ്റഡ് ആയിട്ടുള്ള ഇന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്, മുതിർന്നവർക്കുണ്ട്. അപ്പോൾ അത് അവൻ കാണുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അവനെ മാറ്റാനായിട്ട്, അപ്പോൾ ഒരു അഡിക്ഷൻ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറണമെന്ന് ആ വ്യക്തിക്ക് പൂർണ്ണ ബോധം വേണം. അത് മാറിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു കൗൺസിലിങ്ങിലൂടെ ആ ബോധ്യത്തിലേക്ക് എത്തിക്കുക. അതിനുശേഷം അവർക്ക് NLPയിലെ ഒരു ടെക്നിക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. 6 സ്റ്റെപ്പ് റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് തന്നെയുണ്ട്. 6 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്നത്. അത് പലതവണ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്ന കേസുകളുണ്ട്. അത് ഒരു എണ്ണം മാത്രമല്ല കേട്ടോ, വിവിധ അഡിക്ഷൻസിന് നമുക്കത് കൊടുക്കാം. പിന്നെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം എടുക്കുന്ന 6 സ്റ്റെപ്പുകളിലൂടെ ഒരു തെറാപ്പിയാണ്. 6 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ തെറാപ്പിയുടെ പേര് തന്നെ 6 സ്റ്റെപ്പ് റീഫ്രെയിമിംഗ് എന്നാണ്. ആ സ്റ്റെപ്സിലെല്ലാം തന്നെ ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതെ, ആ പ്രോഗ്രാമിങ്ങിലൂടെ കടന്ന് പോകുന്ന ആ എല്ലാ NLP തെറാപ്പികൾക്കും ഓരോ പേരുകളുണ്ട്. അതിന് തെറാപ്പികൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വിളിക്കുന്ന NLP എക്സസൈസുകളാണ്. പിന്നെ കുട്ടിക്കാലത്തിൽ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിട്ടുള്ള ആളുകളില്ലേ, അവർ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തെറാപ്പി ഉണ്ട്. അതിൻ്റെ പേരാണ് സ്വീറ്റ് റിവെഞ്ച്. റിവെഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, പ്രതികാരം. ഇതല്ല, സ്വീറ്റ് റിവെഞ്ചാണ്. സ്വീറ്റായിട്ട് ചെയ്യാവുന്ന അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ കുട്ടികൾ, അപ്പോൾ ഞങ്ങൾ സ്കൂൾസിൽ പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ സ്വീറ്റ് റിവെഞ്ച് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പല കുട്ടികളും പ്രണയത്തിലേക്ക് പോകുന്നുണ്ട്. ആ പ്രണയത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം, ആൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു മിസ്സിങ് സിസ്റ്റർ ഫാക്ടർ കാണും, പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു മിസ്സിങ് ബ്രദർ ഫാക്ടർ കാണും. ഇത് നമ്മൾ വീടുകളിൽ അന്വേഷിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർക്ക് ആ ഒരു ബ്രദർലി സിസ്റ്റർലി അറ്റാച്ച്മെൻറ്റ് കിട്ടാതെ വരുമ്പോൾ ആദ്യം സൗഹൃദത്തിലല്ല എല്ലാവരും തുടങ്ങുന്നത്, പിന്നീടല്ലേ അത് പ്രണയമായി മാറുന്നത്. അതവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ അതിനുവേണ്ടി തെറാപ്പികളുണ്ട്. പിന്നെ പെൺകുട്ടികൾ മെനാർക്കെ ആയി കഴിയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് മെൻസ്ട്രേഷൻ. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ തോന്നിയേക്കണ ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ എനിക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ എന്ന് മെനാർക്കെ ആക്സെപ്റ്റൻസ് തെറാപ്പി സ്വീകരിച്ചു, അതിനുശേഷം എനിക്കത് വളരെ സിമ്പിളായി. എൻ്റെ മെൻസ്ട്രൽ ക്രാംസിൻ്റെ പെയിൻസ് കുറഞ്ഞു, അസ്വസ്ഥതകളിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഇത് സ്കൂളുകളിൽ പോയാൽ ഞങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾസിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ടീനേജ് ലെവലിലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഉള്ളതിൽ ആക്സെപ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വെച്ചാൽ ഒന്നാമത് സ്വയം അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രൂപത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും നമ്മൾ അതുമായിട്ടൊന്ന് താരതമ്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ ലുക്സ് എനിക്ക് ഇതെങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരി എൻ്റെ ലുക്സ് പോരാ, അതല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യം കുറച്ചുകൂടെ നന്നാവാമായിരുന്നു, എൻ്റെ കൂട്ടുകാരുടെ അത്രയും ലെവലിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിത്തമാണെങ്കിൽ ഏത് മേഖലയിലും ഒരു സ്വയം ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ പാളിച്ച വരിക. അതല്ലെങ്കിൽ കൂട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ സെൽഫ് ലവ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇടയിൽ കയറി പറയാണ്. സെൽഫ് ലവിനും നമുക്കുണ്ട് തെറാപ്പികൾ. അത് ശരിക്കും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ആ ഒരു തെറാപ്പി ഞങ്ങൾ കൊടുക്കുമ്പോൾ അവർ വെറുതെ കസേരയിലിരുന്നാലും ആ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതെന്താണെന്ന് വിശദീകരിക്കുന്നില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ അവർ പോലും അറിയാതെ കസേരയിൽ നിന്നും അവരുടെ കാലുകൾ ഉയർന്നു വരുന്നതും കൈകൾ ഉയർന്നു വരുന്നതും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ, അപ്പോൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനോട് ആ ഒരു തെറാപ്പിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ആ കുഞ്ഞ് മനോഹരമാകും. അങ്ങനെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമാണ് ഡേ ടു ഡേ ലൈഫിൽ NLP എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം ഒരുപാട് സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകുന്നവരാണ്.
പഴയ കാലത്തെ പോലെ വീട്ടിൽ ഒരു ഹൗസ് വൈഫായിട്ട് ഇരുന്ന് മക്കളെ നോക്കി ജീവിക്കുന്നൊരു കാലഘട്ടമല്ല. അപ്പം അച്ഛനും അമ്മയും തിരക്കായിട്ട് ഓടി നടക്കുമ്പോൾ ഈ മക്കൾക്ക് പലപ്പോഴും അവരുടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഭക്ഷണമാണെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്കൂളിൽ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ പലപ്പോഴും മടി വരിക, അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കും അവരുടെ പുറകെ ഓടി നടക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ തന്നെ പോകാതെ ഒരു വീട്ടിൽ ഇരുന്നെന്ന് വരും, അല്ലെങ്കിൽ ഭക്ഷണ സമയത്ത് കഴിച്ചില്ലെന്ന് വരും. അപ്പോഴാണ് ഈ മൊബൈൽ നോക്കി വീട്ടിൽ സമയം ചിലവഴിക്കുന്നത്. ഇപ്പോൾ എവിടെ പോയാലും, റോഡിൽ പോയാലും എവിടെ പോയാലും ഇപ്പം മൊബൈൽ നോക്കി നടക്കുന്ന കുട്ടികളാണ് കാണുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയ്ക്കും കൂടുതൽ അവരെ നോക്കാൻ പറ്റാത്ത സമയത്ത് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് എടുത്തുകൊണ്ട് പഠിത്തമാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ അവർക്ക് എത്രമാത്രം സാധിക്കും? തീർച്ചയായും അവർക്കത് സാധ്യമാകും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ നമ്മൾ കൊടുക്കുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടത് ഒരു ഗോൾ സെറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്, ഫോക്കസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ട്രാക്ക് എന്താണ്, അവരുടെ ഫോക്കസ് എന്താണ്, ആ ഫോക്കസ്ഡ് ഏരിയയിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ മറ്റെല്ലാ ആക്ടിവിറ്റികളോടൊപ്പം തന്നെ അവരുടെ ഫോക്കസ്ഡ് ഏരിയയിലേക്കും അവർ ഫോക്കസ് ചെയ്തോളും. ആ ഫോക്കസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 6 സ്റ്റെപ്പ് പ്രോഗ്രാം അങ്ങനെയുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ ഒരു പെട്ടെന്ന് നമുക്കൊരു ഫോക്കസിങ്ങിലേക്ക് കൊണ്ടുവരില്ല. സെറ്റ് ഓഫ് തെറാപ്പീസിലൂടെ എന്ന് പറഞ്ഞാൽ ഒരാളെ ഫോക്കസിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെളിയെയും ചപ്പുചവറുകളെയും എടുത്ത് കളയണം. ഈ എലമെന്റ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം അവനെ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസുകളിലേക്ക് വരുമ്പോൾ സാധ്യമാകുന്നു. ട്രെയിനിങ്ങിന് വരുമ്പോൾ എല്ലാ ഏജ് അല്ലെ എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരും വരില്ലേ? കുട്ടികളുണ്ടാവാം, ചെറുപ്പക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മളൊരു ഹാളിൽ ഇരുത്തി കൊടുക്കുമ്പോൾ അവർക്ക് വ്യത്യാസമായിട്ട് പ്രത്യേകിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കുറച്ചുകൂടെ മാറ്റി അവർക്ക് പറ്റിയ നമ്മൾ വേറെ രീതിയിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതാണ് NLPയുടെ മറ്റൊരു ഭംഗി എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ സെഷൻ എടുക്കുമ്പോൾ നമ്മൾ കണ്ടന്റ് നമ്മളോട് പറയാം. അപ്പോൾ കണ്ടന്റ് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആ രീതിയിലായിരിക്കും അത് കൊടുക്കുന്നത്. എന്നാൽ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ താങ്കളും താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നു, ഒരു കൂട്ടം ആളുകൾ വേറെയും വന്നു, അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും നമ്മുടെ പ്രോബ്ലം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാം. NLP പറയുന്നത്, NLPയുടെ അനുഭവം എന്ന് പറയുന്നത് നോൺ കണ്ടന്റ് ആണ്, കണ്ടന്റ് പറയണ്ട. അതാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. നമുക്കൊരു മോഡ്യൂളുണ്ട്, ആ മോഡ്യൂളിൽ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അവിടെ നമ്മളൊരു കമാൻഡിങ് പോലെ അവർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിൽ എല്ലാം വരും. അവരവരുടെ പ്രോബ്ലംസ് ആയിരിക്കും ആ സമയത്ത് എടുത്ത് വർക്ക് ചെയ്യുന്നത്. അതെന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തെറാപ്പിസ്റ്റിനും അറിയില്ല, കൂടെയുള്ള പാർട്ടിസിപ്പൻസിനും അറിയാൻ പറ്റത്തില്ല. എന്നാൽ അവരത് കഴിഞ്ഞ് പോകും. ഞാനൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീയുണ്ട്. അവർ വന്നത് അവരുടെ അമ്മയുടെ മരണം, ഇപ്പം അവർക്ക് 58 വയസ്സുണ്ട്. അവരുടെ അമ്മയുടെ മരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനുശേഷം അവർക്ക് പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മരണത്തിന് വേണ്ടി തന്നെ പ്രത്യേകം ഒരു തെറാപ്പി ഉണ്ട്. അവർ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ, അതൊരു മുഖം മൂടി മാത്രമാണ് അമ്മയുടെ പ്രോബ്ലം. അവരുടെ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞുനാൾ മുതൽ അവർക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല, പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ ചേച്ചിയുടെ വിവാഹം വൈകിയത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആലോചനകൾ വന്ന് ജോലി ഉണ്ടായിരുന്നു. ആലോചനകൾ വന്നപ്പോൾ ചേച്ചിയുടെ വിവാഹം നടക്കാത്തതുകൊണ്ട് അവരുടെ വിവാഹം നടന്നില്ല. അത് കഴിഞ്ഞ് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു പിന്നെയും ഒരു 10-17 വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞതോ, വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ വളരെ മുതിർന്നൊരു വ്യക്തി. അങ്ങനെയൊക്കെയാണ് ആ സംഭവം നടന്നത്. അപ്പോൾ അവർക്ക് ഈ ഉണ്ടായിട്ടുള്ള ഈ പല കാര്യങ്ങളുടെയും ഫ്രസ്ട്രേഷനാണ് അവരുടെ പ്രോബ്ലം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സെഷൻ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരൂ. അപ്പോഴും ഈ മരണത്തിൻ്റെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാം മരണത്തിൻ്റെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല, എനിക്ക് അതാണ് തീർക്കേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 ഡേ വന്ന് ചെയ്യൂ. എന്നിട്ടും നിങ്ങൾക്കത് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1-to-1 ഇരിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പോയപ്പോൾ പറഞ്ഞു എൻ്റെ പ്രശ്നം തീർന്നു. യഥാർത്ഥത്തിൽ മരണമല്ലായിരുന്നു അവരുടെ പ്രോബ്ലം. ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം അവർക്ക് അവരുടെ സൊല്യൂഷൻസ് അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാൻ പറ്റി എന്നുള്ളതാണ്.
അപ്പോൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ സജഷൻസ് അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അവർ കണ്ണടച്ച് മനസ്സിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ചിന്തിക്കാൻ പറയുമോ? അങ്ങനെ ചെയ്യുമോ? പ്രശ്നം ചിന്തിക്കാൻ പറയാറില്ല. അല്ല, അതോ ജസ്റ്റ് കണ്ണടച്ചിട്ട് അവർക്ക് ആ നിലവിൽ അവരുടെ മാനസികാവസ്ഥ അളക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമോ ആ സമയത്ത്? അവരുടെ മാനസികാവസ്ഥ അളക്കാനല്ല ഇൻസ്ട്രക്ഷൻസിൽ പോകുന്നത് ശരിക്കും അവരുടെ ഉള്ളിലുള്ളത് എന്താണോ അതിനെ എല്ലാം പുറത്തേക്ക് കളയാനുള്ള. അല്ല, ആ ഉള്ളിലുള്ളത് എന്താന്ന് വെച്ചാൽ എന്താണെങ്കിലും ഇപ്പോൾ ഒരു അധ്യാപിക അടിച്ച വേദനയുണ്ടെങ്കിൽ അതിനെടുത്ത് പുറത്തേക്ക് കളയാൻ പറയും. അപ്പോൾ എന്തൊക്കെ വേദനകൾ അല്ലെങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും പുറത്തേക്ക് കളയാനായിട്ട് പറയും. യെസ്, കളയാന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് അത് പോകും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ലോജിക് മൈൻഡും റീസണിങ് ലെവലും വെച്ചിട്ട് NLPയിലേക്ക് വന്നാൽ NLP വർക്ക് ചെയ്യില്ല. പൂർണ്ണമായും സറണ്ടർ ചെയ്യുക, അവിടെ പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് ചെയ്യുക, വിട്ടുകൊടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാറ്റം ഉറപ്പായിട്ടും വരും. പിന്നെ NLPയിൽ വന്നാൽ എൻ്റെ എല്ലാ പ്രോബ്ലം തീർന്നു, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് കരുതി NLPയിലേക്ക് വന്നിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പറയുന്ന രീതിയിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുകയും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 1 ഡേ ക്ലാസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിന് ശേഷം പിന്നെ അവരെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പോകേണ്ടത്? പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തവണ അത് ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പോയി, അതോടെ കഴിഞ്ഞോ? അതോടെ അത് കഴിയും. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ അമ്മാവൻ്റെ മകൻ വളരെ അടുത്ത ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എൻ്റെ അനിയൻകുട്ടനായിരുന്നു. അവൻ കോവിഡ് ടൈമിലാണ് മരിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി 3-ാം ദിവസം അവൻ മരിച്ചു. ബോഡി പോലും ഞങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ വേദന എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. ഞാൻ ഈ മരണപ്പെട്ടവരുടെ വേദന കളയാനുള്ള ആ ഒരു തെറാപ്പിയിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദനയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു, ആ ഗിൽറ്റിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ റൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അവൻ മരണപ്പെട്ടതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയാൽ ഞാനൊരു 5 മിനിറ്റ്സ് പോലും നിൽക്കില്ലായിരുന്നു. കാരണം അത്രമാത്രം എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ മുറി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ആ രീതിയിൽ ആ വേദനയിൽ നിന്നും ആ പ്രയാസത്തിൽ നിന്നും ഒക്കെ പുറത്തു വരും. എന്നാൽ ആ വ്യക്തി എപ്പോഴും, ആ വ്യക്തിയുടെ നല്ല ഓർമ്മകൾ എപ്പോഴും നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിൽ തന്നെയാണ് മാറ്റം ഉണ്ടാവുന്നത്. അത് മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇതേപോലെ ഒരു ക്ലയൻറ്റിനെ ഇരുത്തി, ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഒരു ക്ലയൻറ്റിനെ ഇരുത്തി ഇൻഡിവിജ്വലായിട്ട് ഇരുത്തിയിട്ട് എല്ലാവരും ചുറ്റിനും ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു, ആരെങ്കിലും മരണപ്പെട്ടവരുടെ വേദനകളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് കൂടെ ഒരാളെയും കൂടി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിരുത്തും. കാരണം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈ കോർത്ത് ഇരിക്കാനായിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി അങ്ങനെ ഇരുത്തി ഒരാൾ വോളണ്ടിയറായിട്ട് ഫ്രണ്ടിലിരുന്ന് ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തി, സഹായിയായിട്ടിരുന്ന വ്യക്തി വിതുമ്പാൻ തുടങ്ങി. അവർക്ക് 68 വയസ്സുണ്ട്. അപ്പോൾ നമ്മൾ വേറെ സപ്പോർട്ടിന് ഒരാളെ ഇരുത്തി, ഇപ്പുറത്തെ സപ്പോർട്ടിന് ആളെ ഇരുത്തി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരുടെ അച്ഛൻ മരിച്ചിട്ട് 55 വർഷത്തോളമായി. അവരെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു ഓർമ്മ മാത്രമായിരുന്നു. അവർക്കതിൻ്റെ വേദനയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഇത്രയും വർഷമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. പല ജീവിത സാഹചര്യങ്ങളിൽ പലതും അവർ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു വേദന ഉണ്ടായിരുന്നു എന്നത് അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവരുടെ അച്ഛൻ്റെ ആ ഒരു പ്രസൻസ്, അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ട് അതില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കാലെടുത്ത് പുറകോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അവർ തിരിച്ചറിഞ്ഞില്ല. അത് തിരിച്ചറിയാൻ ഈ 55 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റേയാളുടെ പൊട്ടി. അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത്.